എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ പലപ്പോഴും പല ദേശീയ വിഷയങ്ങളും സ്വന്തം താല്പര്യത്തിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതും ചർച്ചയാക്കുന്നതുമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ മെയ് 8 മനോരമ ന്യൂസ് നടത്തിയ രാത്രി സംവാദത്തിൽ അവരുടെ വിഷയം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചായിരുന്നു. ആ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയുടെ പല വിദ്വേഷ പ്രസംഗങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും അതിലുള്ള വിവാദമായിട്ടുള്ള പല പരാമർശങ്ങളും അവർ പ്ലേ ചെയ്യുകയും ചെയ്തു. പിന്നീട് ആ ചർച്ചയെല്ലാം തന്നെ അതിനെ തുടർന്നായിരുന്നു. എന്നാൽ അവർ കാണിച്ച ഏതാണ്ട് എല്ലാ പ്രസംഗങ്ങളും ഏകപക്ഷീയമായുള്ള നരേന്ദ്രമോദിയുടെ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നോ അതോ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി ആരെങ്കിലും നടത്തിയിരുന്ന പരാമർശങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയായിരുന്നോ, അവരുടെ വാക്കുകൾ തന്നെ അദ്ദേഹം ഉപയോഗിക്കുകയായിരുന്നോ എന്നതിനെപ്പറ്റി എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ പ്രകടനം ആ ചർച്ചയിൽ ഉണ്ടായി കണ്ടില്ല. അതായത് അത് യാതൊരു വിധത്തിലുള്ള ബാലൻസുമില്ലാത്ത ചർച്ചയായിരുന്നു. ഏകപക്ഷീയമായി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ മാത്രം കാണിക്കുകയും എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെ എന്തൊക്കെ രീതിയിലുള്ള പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായി തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി. ഇതിൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗത്തിനും കാരണമായിരിക്കുന്ന ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പഴയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഒരു പ്രസ്താവനയാണ്. നമ്മുടെ രാജ്യത്തെ വിഭവങ്ങളിലുള്ള പ്രാഥമിക അവകാശം ന്യൂനപക്ഷങ്ങൾക്കാണ്, അതിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അതിനെ പിന്നീട് ഒരു സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിനോടൊരു ചോദ്യമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കാര്യത്തിനെ മുൻനിർത്തിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം. ഇനി മറ്റൊന്ന് നമ്മുടെ നാട്ടിലെ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട സാം പിട്രോഡയുടെയും മറ്റ് ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയും പരാമർശമാണ്. ഒരു പൗരൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ വലിയൊരു ഭാഗം സർക്കാരിന്റെ ആസ്തിയായി മാറുമെന്നും അദ്ദേഹത്തിന്റെ അവശേഷിക്കുന്ന സ്വത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് ലഭിക്കുകയുള്ളൂ എന്ന രീതിയിലുമുള്ള ഒരു നിയമം പല വിദേശ രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നത് സാം പിട്രോഡയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സമാനമായ കാര്യം നമ്മുടെ രാജ്യത്തും നടത്താവുന്നതാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിനെ നിരാകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്ന് പൊതുവെ ഉണ്ടായത്. തന്നെയുമല്ല, ഇതിന് സമാനമായി മരണാനന്തരം ഒരാളുടെ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നികുതി ചുമത്തുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി വസ്തുതാപരമായും പ്രധാനമന്ത്രി പ്രസംഗിച്ചു. എന്നാൽ ഈ കാര്യവും മനോരമ ഈ വാർത്തയിൽ പറയുന്നില്ല. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും മുന്നണിക്കുമെതിരെ വോട്ട് കൊണ്ട് ജിഹാദ് നടത്തണം എന്ന രീതിയിലുള്ള ഒരു ആഹ്വാനം ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി പ്രസംഗിച്ചു എന്നതാണ് ഇതിലെ അടുത്ത ആരോപണം. വോട്ട് ജിഹാദ് എന്ന പരാമർശം ആരാണ് അവതരിപ്പിച്ചത് എന്നതിനെപ്പറ്റി മനോരമ ഈ ചർച്ചയിൽ കാര്യമായി പറയുന്നില്ല. അത് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവ് മരിയ ആലം നടത്തിയിരുന്ന ഒരു പ്രസ്താവനയാണ്. മരിയ ആലം കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ അനന്തരവൾ കൂടിയാണ്. അവരാണ് പറഞ്ഞത് BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ട് ജിഹാദ് നടത്തണമെന്നും BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കണമെന്നും. എന്നാൽ ഇതിനെപ്പറ്റിയും ഇതിൽ കാര്യമായിട്ടുള്ള പരാമർശം ഈ ചർച്ചയിലൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അടുത്തത് രാമക്ഷേത്രത്തിന് ബാബറി പൂട്ട് എന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശമായിരുന്നു. അയോധ്യ രാമജന്മഭൂമി വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടതാണ്. ആ വിഷയത്തിൽ തർക്കഭൂമി ഹിന്ദു പക്ഷത്തിന് അനുവദിച്ചുകൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടപ്പോൾ ആ വിധിയെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. എന്നാൽ ആ ക്ഷേത്രം പൂർത്തിയാകുന്ന സമയത്ത് അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഔദ്യോഗികമായിട്ട് അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ക്ഷണമുണ്ടായപ്പോൾ പോലും അതൊരു രാഷ്ട്രീയ ചടങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ BJP നേതാവായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മീഡിയ ഇൻചാർജും അവരുടെ വക്താവുമായിട്ടുള്ള രാധിക ഖേര അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കുന്നത്. എന്നാൽ ഈ സന്ദർശനത്തെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നോടുള്ള പെരുമാറ്റം മോശമായി മാറിയെന്നും ഛത്തീസ്ഗഡിൽ വെച്ച് തന്നെ മുറിയിൽ പൂട്ടിയിട്ടു എന്നുമാണ് രാധിക ഖേര ആരോപിക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടുള്ള കോൺഗ്രസിന്റെ സമീപനവും തന്നെ പൂട്ടിയിട്ടു എന്ന് ആരോപിക്കുന്ന രാധിക ഖേരയോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണവും എല്ലാം ചേർത്തുകൊണ്ടാണ് പൂട്ട് എന്ന പ്രയോഗം ഇവിടെ പ്രധാനമന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത്. സർവ്വമത സമഭാവനയാണ് തങ്ങളുടെ ആദർശം എന്ന് കോൺഗ്രസ് പറയുമ്പോഴും എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിനോട് ഇങ്ങനെയൊരു ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ് ഇവർ കാണിക്കുന്നത് എന്നത് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ നമ്മളെല്ലാവരും തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ വിഷയത്തെപ്പറ്റി ഈ ചർച്ചയിൽ കാര്യമായിട്ടൊന്നും തന്നെ പറയാനായിട്ട് മനോരമ ശ്രമിക്കുന്നില്ല. ഇനി അടുത്തത് സാം പിട്രോഡയുടെ വംശീയ പരാമർശമാണ്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ മറ്റ് പല പ്രദേശങ്ങളിലുമുള്ള ആൾക്കാരെ പോലെയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിൽ തന്നെ ചില വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വെള്ളക്കാരെ പോലെ ഇരിക്കുന്നുവെന്നും മറ്റ് ചില വിഭാഗങ്ങളിലുള്ള ആൾക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണ് എന്നും ചിലർ അറബികളെ പോലെയാണ് എന്നും ചിലർ ചൈനക്കാരെ പോലെയാണ് എന്നുമൊക്കെയാണ് അദ്ദേഹം അധിക്ഷേപിച്ചത്. ഇന്ത്യൻ എന്ന ഐഡന്റിറ്റിയാണ് നമ്മുടേത് എന്നും നമ്മുടെ എത്നിസിറ്റി അതാണ് എന്നും അദ്ദേഹത്തിനെ ആരെങ്കിലും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വംശീയമായിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്ന സാം പിട്രോഡയുടെ സ്റ്റേറ്റ്മെന്റും മനോരമ ഈ ചർച്ചയിൽ കാണിക്കുന്നില്ല. ഈ ചർച്ചയുടെ ബാലൻസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എങ്കിൽ
മനോരമ അവിടെ കാണിക്കേണ്ടിയിരുന്നത് ഈ ഓരോ പരാമർശവും ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും ഒപ്പം അതിന്റെ പ്രതികരണം എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതുമായിരുന്നു. ഒരു ഭാഗത്തിനെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുകയും ഏകപക്ഷീയമായിട്ടുള്ള ആംഗിളിൽ ചിത്രീകരിക്കാനുമാണ് ഇവിടെ ശ്രമമുണ്ടായിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ മുസ്ലിം റിസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ട്. കർണാടകയിൽ മുസ്ലിം റിസർവേഷനെ ചുറ്റിപ്പറ്റി വലിയ വിവാദം നിലനിൽക്കുന്നതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള പരാമർശങ്ങളും പറയാതെ ഏകപക്ഷീയമായി ആ ഒരു വിഷയത്തിനെപ്പറ്റി ചർച്ച ചെയ്യുക എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് മാത്രമേ മനോരമയെ ഓർമ്മിപ്പിക്കാനുള്ളൂ. അജണ്ടകൾ തീരുമാനിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വാർത്തകളും വിവരങ്ങളും അറിയുന്നതിന് മറ്റു വാർത്താ സോഴ്സുകൾ കൂടി ഉണ്ട് എന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും എന്ന് എഡിറ്റോറിയൽ ബോർഡിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.